ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായമാണല്ലോ ഇന്നത്തെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ആഥൻസിൽ നിന്ന് പൗലോസ് ശ്ലീഹ കോരിന്ത്യ പ്രദേശത്തേക്ക് വരുന്നു. അതായത് റോമൻ പ്രവിശ്യയായിരുന്ന അഖയായുടെ തലസ്ഥാനമാണ് ഈ കോരിന്ത് എന്ന് പറയുന്ന സ്ഥലം. ആ കാലത്തിൽ വളരെ ധനസമൃദ്ധവും അതോടൊപ്പം തന്നെ അധാർമികമായ വളരെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതുമായൊരു സ്ഥലമായിരുന്നു കോരിന്ത് എന്ന് പറയുന്നത്. വീനസ് ദേവതയുടെ ക്ഷേത്രം മൂലം അസന്മാർഗീയതയ്ക്ക് പേരുകേട്ടതായൊരു സ്ഥലമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഒരു വിജ്ഞാന കേന്ദ്രവുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അക്വിലാസ്, പ്രിസ്കില്ല എന്ന് പറയുന്ന ദമ്പതികളെ അവിടെ വെച്ച് കണ്ടെത്തുവാൻ പൗലോസിന് സാധിച്ചു. അത് അവിടെ പ്രവർത്തിച്ച നാളുകളൊക്കെയും അദ്ദേഹം അവരുടെ കൂടെയാണ് താമസിച്ചത്. അവരുടെ തൊഴിൽ കൂടാരപ്പണിയായിരുന്നു. പൗലോസും ആ തൊഴിൽ അറിയാമായിരുന്നതുകൊണ്ട് അവർക്ക് സഹായമായി അവർ ഒന്നിച്ച് താമസിച്ച് വളരെയേറെ പ്രവർത്തനങ്ങൾ ഈ കോരിന്ത് പ്രദേശത്ത് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. എഫേസസിലെ വിശ്വാസികളൊക്കെ ഇവരുടെ വചനം കേൾക്കുവാൻ ഇവരുടെ ഭവനത്തിൽ വന്ന് സമ്മേളിച്ചിരുന്നു. ഈ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും കുറിച്ച് പൗലോസ് പറയുന്നത് അവർ തൻ്റെ കൂട്ടുവേലക്കാരെന്നാണ്. അതുവരെ കുറിച്ച് റോമർ 2 തീമോഥെയോസ് 4:10 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും യഹൂദ സംഘാലയങ്ങളിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നെങ്കിലും യേശുവാണ് മശീഹ എന്ന കാര്യത്തിൽ അവരിൽ പലരും പൗലോസിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. അവരുടെ ആ നിലപാടിൽ ദുഃഖിതനായ പൗലോസ്, എൻ്റെ ദൗത്യം ഞാൻ നിങ്ങളോട് അറിയിച്ചു, എന്നാൽ നിങ്ങളത് അംഗീകരിച്ചില്ല. തന്മൂലമുള്ള ശിക്ഷ നിങ്ങളുടെ മേൽ, എൻ്റെ ജനത്തിന് എൻ്റെ ദൂത് ആവശ്യമില്ലെങ്കിൽ അത് ആവശ്യമുള്ള ജാതിയുടെ അടുക്കിലേക്ക് ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. കാരണം പൗലോസിൻ്റെ അതേ രക്തമുള്ള യഹൂദ ജനം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോകുന്നതായ സാഹചര്യമുണ്ടാകുന്നത്. എന്നാൽ പൗലോസ് അങ്ങനെ പോയെങ്കിലും അവിടെ ആ കോരിന്തിലെ പ്രവർത്തന മുഖാന്തരം ചില ആളുകൾ രക്ഷാനുഭവത്തിലേക്ക് വന്നു. അതിലൊന്നാണ് മറ്റേ ക്രിസ്പോസും കുടുംബവും. അവർ കർത്താവിൽ വിശ്വസിച്ചു. ഈ ക്രിസ്പോസിനെയും ഗായോസിനെയും സ്തെഫാനോസിൻ്റെ കുടുംബത്തെയും പൗലോസ് ശ്ലീഹ സ്വന്തം കൈയാൽ സ്ഥാനപ്പെടുത്തിയെന്ന് 1 കൊരിന്ത്യർ 1:15 നമ്മൾ പിന്നീട് വായിക്കും. അതിൻ്റെ 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു തമ്പുരാൻ നേരിട്ട് പൗലോസ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുകയും നീ ധൈര്യമായിട്ട് പ്രവർത്തിച്ചു കൊള്ളുക എന്നുള്ള ധൈര്യം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട്. നീ ഭയപ്പെടരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവനാമത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് എപ്പോഴും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ ഒരു ആശ്വാസ വചനമാണത്, ഭയപ്പെടരുത് എന്നുള്ളത്. അതിനുശേഷം ഗാലിയോൻ എന്ന ഒരു നീറോയുടെ അധ്യാപകൻ, അദ്ദേഹം വലിയ അഭ്യസ്ത വിദ്യനും സൗമ്യനും നാടുവാഴി എന്ന നിലയിൽ പേരെടുത്തവനുമായിരുന്നു. പൗലോസിനെ ന്യായം വിധിക്കുവാൻ വേണ്ടി യഹൂദന്മാർ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം വല്ല കുറ്റകൃത്യം ചെയ്തെങ്കിൽ ഞാനത് പരിഗണിക്കാം, ഇല്ലെങ്കിൽ ന്യായാധിപൻ എന്ന രീതിയിൽ എനിക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഒഴിയുന്നതായി നമ്മൾ വായിക്കുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നത് പൗലോസ് അവിടെ നിന്ന് തിരിച്ച് അന്ത്യോക്യ എന്ന പ്രദേശത്തേക്ക് വരുന്നു. അന്ത്യോക്യയിൽ വന്നപ്പോൾ 18-ാം അധ്യായത്തിൻ്റെ
18-ാം വാക്യം, അദ്ദേഹത്തിന് നേർച്ചയുണ്ടായിരുന്നാൽ അവിടെ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. നൂതന സഭകളിൽ പലരും ശക്തമായി എതിർക്കുന്ന ഒരു കാര്യമാണ് നേർച്ചകൾ നേരുക എന്നുള്ളത്. അത് ദൈവത്തോടുള്ള ഒരു വിലപേശലായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ നേർച്ച എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അപകടത്തിൽ നിന്നോ രോഗത്തിൽ നിന്നോ രക്ഷപ്പെടുവാനും രക്ഷപ്പെട്ടു കഴിഞ്ഞും യഹൂദർ ചില നേർച്ചകൾ നേരുന്ന രീതി അവരുടെ ഇടയിലുണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിലൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പൗലോസ്ലീഹ അന്ന് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു നേർച്ച ഉണ്ടായിരുന്നു. അതായത് വ്രതമെടുക്കുന്ന കാലത്ത് ക്ഷൗരം ചെയ്യാതെ വളർത്തിയതായ തലമുടി ചില യാഗവസ്തുക്കളോടുകൂടി ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കുക എന്ന രീതി അവർക്കുണ്ടായിരുന്നു. ഇന്ന് മറ്റ് ജാതികളിലും പലരും ഇത് ചെയ്യുന്നുണ്ട്. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നേർച്ച അവിടെ നേർന്നത്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നേർച്ചകളുടെ ഒരു പട്ടിക കാണാൻ പറ്റും. യാക്കോബ് ഉൽപ്പത്തി 28:20, ഇബ്താഹ് ന്യായാധിപന്മാർ 11:30, ഹന്ന 1 ശമൂവേൽ 1:11, ഇവിടെയൊക്കെ നേർച്ചകൾ നേരുന്നത് നമുക്ക് കാണാൻ പറ്റും. നേർച്ചകൾ നേരുക എന്നുള്ളത് ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും വിശ്വാസികൾ തുടരുന്ന ഒരു കാര്യമാണ്. അത് ദൈവത്തോട് ബാർഗെയിൻ ചെയ്യുകയല്ല, പ്രത്യുത ദൈവം ചെയ്യുന്നതായ അനുഗ്രഹത്തിന് മനുഷ്യൻ നൽകുന്നതായ നന്ദി പ്രകടനമാണ് അവൻ്റെ നേർച്ചകളെന്ന് പറയുന്നത്. നേർച്ച നേർന്നാൽ അത് നിവർത്തിച്ചിരിക്കണമെന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ആവർത്തനം 23:21, സംഖ്യ 30:4, ന്യായാധിപന്മാർ 11:30 എന്നൊക്കെ നമ്മൾ കാണാൻ പറ്റും. നേർച്ചയിൽ വ്യാജം കാണിക്കുന്നവരെ മലാഖി പ്രവാചകൻ ശാസിക്കുന്നുമുണ്ട്. 1:14 നമുക്ക് മലാഖി 1:14. അപ്പം ചുരുക്കി പറഞ്ഞാൽ നേർച്ചകൾ എന്ന് പറഞ്ഞത് ഒന്ന് കൃതജ്ഞതാ സൂചകവും ത്യാഗത്തിൻ്റെ പ്രതീകവുമാണ്. അങ്ങനെ പൗലോസ്ലീഹ അവിടെ വെച്ച് തൻ്റെ നേർച്ചകളൊക്കെ നിവർത്തിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് വാങ്ങിപ്പോവുകയാണ്. എഫേസുസ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അവിടെ എത്തുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അപ്പോളോസ് എന്ന പേരുള്ള ഒരു അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദൻ എഫേസുസിൽ വന്നു. അദ്ദേഹം വലിയ വാഗ്മിയായിരുന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ വലിയ അറിവുള്ള ആളുമായിരുന്നു. കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഉപദേശങ്ങളൊക്കെ ലഭിച്ചിരുന്നു. എന്നാൽ യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു തമ്പുരാനെക്കുറിച്ച് ആത്മാവിൽ വളരെ ഉണർവോടെ തെറ്റുകൂടാതെ അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ സാധിച്ചിരുന്നു. സിനഗോഗുകളിൽ ധൈര്യപൂർവ്വം പ്രസംഗിക്കാനായിട്ട് അദ്ദേഹം ആരംഭിച്ചു. പ്രിസ്കില്ലയും അക്കീലാസും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവിടെ അതിനുശേഷം അന്നത്തെ ക്രൈസ്തവ സഹോദരന്മാർ അദ്ദേഹത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്ത ആളാണ്. അവനെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരോട് വാദിക്കുകയും അവരെ വാക്കിൽ അദ്ദേഹം ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. അപ്പം ഇതാണ് 18-ാം അധ്യായത്തിൻ്റെ നമുക്ക് പൊതുവിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, പൗലോസ്ലീഹ തൻ്റെ സ്വന്തം ജാതികളുടെ ഇടയിലെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ
അതിൻ്റെ പേരിൽ അവരോട് അദ്ദേഹം തർക്കിക്കാനൊന്നും അവിടെ നിൽക്കാതെ കർത്താവ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരുടെ ഇടയിൽ വസിക്കട്ടെ, ഇല്ലെങ്കിൽ കാലിലെ പൊടിയും തട്ടി മറ്റ് പ്രദേശത്തേക്ക് പോകുക എന്നുള്ള ആ ഒരു വലിയ വചനമനുസരിച്ച് അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലേക്ക്, ജാതികളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ മാറി മാറി പോയി ദൈവത്തിൻ്റെ വചനം സംസാരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോരിന്ത് എന്ന ദേശം അധാർമികമായി വളരെ അധപ്പതിച്ച ഒരു പ്രദേശമായിരുന്നെങ്കിലും പൗലോസ്ലീഹ അവിടെ ഒരുപാട് പ്രവർത്തിച്ചായി കോരിന്ത് ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. ആ പ്രദേശത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെയും ഗാലിയോ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ്റെ മുമ്പാകെ അദ്ദേഹത്തെ കൊണ്ടുവന്നെങ്കിലും അദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ല എന്നുള്ള കാര്യത്തിൽ അവിടെ നിന്ന് ഒഴിഞ്ഞതുകൊണ്ട് മാത്രം പൗലോസിന് ഇവിടെ മറ്റ് ശിക്ഷകളൊന്നും ലഭിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. പൗലോസിൻ്റെ ആ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അദ്ദേഹത്തെ സഹായിച്ച ആളാണ് അക്വിലാസും പ്രിസ്കില്ലയും. അവരോട് ചേർന്നാണ് കൊരിന്ത്യ പ്രദേശത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. നമ്മൾ ദൈവികമായ പ്രവർത്തനം എത്തുന്നതായ സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ ദൈവം പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും. അതോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മളാവുന്ന വിധം ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാനും ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്കിടയായിട്ട് തീരട്ടെ. പൗലോസ് അപ്പോസ്തലൻ്റെ ത്യാഗപൂർണമായ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നമ്മെ തന്നെ ദൈവഹിതത്തിന് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഈ പകൽക്കാലം ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.